ഇന്ന് വെള്ളക്കൂവ ചാക്കിൽ നടന്ന പണിയിലാണ്. ഇപ്പൊ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചാക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച ചാക്ക് തന്നെയാണ്. ഇങ്ങനത്തെ ചാക്ക്. ഈ ചാക്കിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ റേഷൻ കടയിലൊക്കെ ഗോതമ്പൊക്കെ വരുന്ന ചാക്കാട്ടോ. ഈ ചാക്കിൽ കണ്ട് ഇതുപോലെ ഗ്യാപ്പുകൾ ഉണ്ട് നല്ല. അപ്പം വെള്ളം ഒന്നും അങ്ങനെ നിൽക്കൂല. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ട് കണ്ടില്ല, ചാക്കിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. വെയിലൊന്നും കൊണ്ടാൽ അങ്ങനെ ദ്രവിച്ചു പോകണമെന്നില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ചാക്കിൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള ചാക്ക് നമ്മൾ ആദ്യമേ, നല്ല വെയിലുണ്ട്, ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കയർ ഉപയോഗിച്ചിട്ട് ചാക്ക് നേരെ എടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ മണ്ണൊക്കെ നിറച്ച് കഴിയുമ്പോൾ ചാക്ക് ചെരിഞ്ഞു പോകാതൊക്കെയുള്ളൊരു ഐഡിയ കേട്ടോ. സംഭവം സിമ്പിള്. കൂട്ടി അങ്ങോട്ട് കെട്ടുക. കയറ് കുറച്ച് കൂടുതലായിപ്പോൾ, എന്തായാലും ചുറ്റിയൊക്കെ. വെറുതെ ഒരു കെട്ട് കെട്ടിയാൽ മതി. കെട്ടിയിട്ട് നമ്മൾ ചാക്കിനൊന്ന് മറച്ചിടുക. ഇനി നമ്മൾ ചാക്കിൻ്റെ അടിഭാഗം നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ മണ്ണും കെട്ട് കഴിഞ്ഞാൽ നല്ല സീറ്റിംഗ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഉണ്ടാവും, കണ്ടില്ലേ? നമ്മൾ നിറച്ച് വെച്ചത് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും അടിഭാഗം. ഇല്ല, സെറ്റായി വരും. ഇതൊന്ന് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായി കിട്ടിയത്. ഫസ്റ്റ് കെട്ടുന്നത് ഒന്ന് ലെവലായി വരാറുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയേ, പിന്നെ കൂവ നമ്മൾ ചാക്കിൽ നടുന്നത് വേറെ ഒന്നല്ല, പന്നിയുടെ ശല്യം കാരണം നമുക്ക് തോട്ടത്തിന്റെ ഉൾഭാഗത്തൊന്നും പോയിട്ട് നടാൻ പറ്റില്ല. അപ്പം എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ചാക്കിൽ തന്നെയാണ് കൂവ നടല്. ഇപ്രാവശ്യം സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കരിയില ഓടുന്നുണ്ട് കേട്ടോ. മാക്സിമം കരിയില ഇടുക, പറ്റുന്നത്ര കരിയില ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കിൽ. കരിയിലൊക്കെ ഇട്ട് വെച്ചതാണ്. ഞങ്ങൾ കാണിക്കാനായിട്ടാണ് ഒരു ചാക്ക് നമ്മൾ നിറയ്ക്കാതെ വെച്ചത്. കഴിഞ്ഞ വർഷത്തെ ചാക്ക് അതുപോലെ കൊട്ടി നമ്മൾ എടുത്തു വെച്ചതാണ്. മണ്ണൊക്കെ കൊട്ടി ഒഴിവാക്കിയിട്ട് സെറ്റാക്കി വെച്ച്. കരിയില മൊത്തം കരിയിലിട്ടിട്ടേ എല്ലാം അമർത്തണം, നല്ല ഒതുങ്ങി വെക്കണം. കുറേ നമുക്ക് മണ്ണിട്ട് കൊടുക്കാനുണ്ട്. ഇതൊക്കെ അടിഭാഗത്തോട്ട് ഉണ്ടാകുന്നതുകൊണ്ട് അത്യാവശ്യം മണ്ണ് വേണം. നമ്മൾ കാലിത്തീറ്റയുടെ ചാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ വെയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ദ്രവിച്ചു പോകും. ഇത് കണ്ടില്ലേ, നല്ല സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ ചാക്ക് വരുന്നില്ല. ഇപ്പം നമ്മളെ ചണച്ചാക്ക വരുന്നത്. ഇത് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ചു വെച്ചാ. ഇപ്പം ഇതാ നമ്മളെ സെറ്റാക്കി കരിയിലൊക്കെ ഇട്ട് വെച്ച് ഇത് നമ്മൾ വെക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് വെച്ചിട്ട് ഇതാണ് നമുക്ക് മിക്സ് ചെയ്യാനുള്ള മണ്ണൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഈ ചാക്കുകളൊക്കെ അതൊക്കെ നമ്മൾ നിറച്ച് വെച്ചാൽ കേട്ടോ. അതെടുത്തിട്ട് പ്രാവശ്യം നമ്മൾ കോവലൊക്കെ നട്ടതിൻ്റെ അടിഭാഗത്ത് ആ പന്തലിൻ്റെ അടിയിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ചാക്കൊക്കെ ചെരിയാതെക്കാൻ സിമ്പിളായിട്ട് മഞ്ഞമുളയുടെ മുളക് ഇഷ്ടംപോലെ നമ്മൾ വെട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂപ്പുള്ള മുളകൾ എടുത്തിട്ട് ഇതുപോലെ ഒരു കല്ല് കയറ്റി വെച്ചിട്ട് ഹൈറ്റിലാക്കി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗുണം എന്താ അറിയോ, ഇവിടെ കുറച്ച് ടൈറ്റ് ഉണ്ട് നമ്മൾ കല്ല് വെക്കുന്ന സ്ഥലത്ത് മാത്രം. അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചാക്കങ്ങനെ നിൽക്കും. ഇവിടെ കണ്ടോ, ഇത് ചാക്കിന് കണക്കാക്കിയിട്ടല്ലേ. ഇങ്ങനെ നമുക്ക് ഇനി എല്ലാ ചാക്കും ഇവിടെ കൊണ്ടിങ്ങനെ നിരത്തി വെക്കാം. ഇവിടുന്നാണ് നമുക്ക് എന്താ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഷെയ്ഡ് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത് ഇങ്ങനെ പൊന്തിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇവിടെയും പന്നി വരില്ല എന്നുള്ള പ്രതീക്ഷയ്ക്കായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവെക്കുന്നത്. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഈ സൈഡൊക്കെ നമ്മൾ കവർ ചെയ്യണം. തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പന്നിക്ക് ഇതിൻ്റെയൊക്കെ നിഴൽ കണ്ടു കഴിഞ്ഞാൽ പന്നി എന്തായാലും നിഴലും സ്മെല്ലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ വന്നാൽ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരും. ഇപ്പോഴൊന്നുമല്ല, കോവൊക്കെ നട്ടിലും അത്യാവശ്യം ആയി വരുമ്പോഴാണ് പന്നി ശല്യമൊക്കെ കൂടുക. എല്ലാ ചാക്കുകൾ തന്നെ നമുക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെ നിറച്ചിതാ, കുറച്ച് കരിയില കൂടുതൽ നിറച്ചിട്ടുണ്ട്. മറ്റു ചാക്കിലൊക്കെ സെറ്റാക്കി വെക്കാം. ഇതൊക്കെ മാക്സിമം അമർത്തണം, എന്നാലും ഇത് മണ്ണ് കൊള്ളൂല. ഈ പണിയൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നടേണ്ട സാധനങ്ങൾ കറക്റ്റ് സമയത്ത് നട്ടില്ലെങ്കിലേ ഒന്നും റെഡിയായി കിട്ടൂല. ഇനിയോ ഈ ആഴ്ചയും കൂടെ നമുക്ക് നോമ്പുണ്ട്, അപ്പോഴത്തേക്കും ഇത് വൈകിപ്പോവും. കുംഭം കഴിഞ്ഞു. നമ്മൾ കുംഭത്തിൽ ചേനയൊക്കെ നട്ട സമയത്ത് തന്നെ കൂടി നട്ടു കൊടുക്കാന്ന് വിചാരിക്കാം. അതിന് കുറച്ച് വൈകിട്ടുണ്ട്, എന്നാലും ഇനി വേഗം നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ
നല്ല സുഖമുണ്ട് കേട്ടോ പന്തലിൻ്റെ അടിയിൽ എത്തുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കട്ടെ, എന്നിട്ട് ചാക്ക് എത്ര ഉണ്ട് നോക്കിയിട്ട് ടൈറ്റ് ആക്കി വെക്കാം. ഒക്കെ ഒരേ ചാക്കന്നെ. ഈ ഒരു ഗ്യാപ്പ് ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് വെള്ളം കറക്റ്റ് വാർന്നു പോകും. അപ്പോൾ നമ്മളിതാ ചാക്കുകളൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും കരിയിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് പൊന്തിക്കുന്നുണ്ട്, മണ്ണിടുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കണം, എന്തായാലും ഒന്ന് ഇരിക്കും. അപ്പം ഇതാണ് നമുക്ക് നിറയ്ക്കാനുള്ളത് കേട്ടോ. മണ്ണും വളമൊക്കെ ഇട്ട് നല്ല മിക്സ് ആക്കി വെച്ച സാധനമാണ് ഇത്. നമ്മൾ പുറത്തുനിന്ന് നിറച്ചിട്ട് ചാക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നിറച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഇടാം. നാസർക്ക് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു തരുമോ? നാസർക്ക് ഉണ്ട്, രണ്ടാളില്ലെങ്കിൽ ഇത് കയറി ഇറങ്ങി നടക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാട്ടോ നമ്മളെ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വട്ടൊന്നും പോരാ, ഒന്ന് ഇരിക്കാൻ. ഒരു ഫുൾ കൊട്ട വേണ്ട. നമ്മളിപ്പോ ഇത് സെറ്റാക്കിയിട്ട് വിത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ മണ്ണ് ഇടണം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ മണ്ണ് ആദ്യം ഇട്ടിട്ട് പിന്നെ ഒരു മുകളിലാണ് വേറെ മണ്ണ്. അത് ഫുള്ള് വേണ്ട, അത് മതി. പിന്നെ നനച്ച് കഴിഞ്ഞാലൊക്കെ ഒന്ന് ഇരിക്കും. അപ്പോൾ വേറെ മണ്ണ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് മതി. വിത്ത് വെച്ചിട്ട് ഇടാനുള്ളതുകൊണ്ട് ചാക്കിനി ലൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ലൂസ് ലെവലാക്കാം. അപ്പം ഇനി അടുത്ത നടക്കാം. അപ്പോൾ ആണല്ലേ ചാക്കിങ്ങനെ സ്റ്റാൻഡായി നിൽക്കുന്നത്. പക്ഷെ മണ്ണ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ലെവലാവും. മുള തള്ളുന്നുണ്ടെങ്കിൽ അത്രക്ക് ഇങ്ങനെ കെട്ടും കൂടെ കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റ് വരുന്നതനുസരിച്ച് മുള തള്ളും. അല്ല, ഈ രണ്ട് എൻഡിലും മുളയും ഒന്ന് കൂട്ടി കെട്ടണം. നമ്മളിപ്പോൾ കല്ലിൽ മാത്രം അല്ല, കട്ടയിൽ മാത്രമല്ല കെട്ടിയിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് എല്ലാം ഇട്ട് ടൈറ്റ് ആവട്ടെ. എന്നിട്ട് മുളയും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇത് 2 ചാക്കാട്ടോ. ഒരു ചാക്ക് കീറിയിരുന്നു. അപ്പം ആ കീറിയ ഭാഗത്തേക്ക് ഡബിൾ ആക്കിയിട്ടോണ്ട് ഒരു വർഷം കൂടെ എന്തായാലും കിട്ടും. നല്ല ലൂസാട്ടോ നമ്മൾ നിറയ്ക്കുന്ന മണ്ണ്. ഇങ്ങനെ വേണം, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല പൂവ് ഉണ്ടായി കിട്ടുള്ളൂ. ഇനി നമുക്കെല്ലാം വേഗം നിറയ്ക്കാം. ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി വിത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണിടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടത് അധികം വിത്തായിരുന്നു. പ്രാവശ്യം നോക്ക് ഇങ്ങനെ കുറച്ച് നിലത്ത് നട്ട പൂവ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്നും പറിച്ചില്ല. അപ്പം അത് ഇതുപോലെ നമ്മൾ കട വെച്ച് നടന്ന പോലെ അങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് വിത്തും ഉണ്ട് കേട്ടോ. കൂടുതൽ നമ്മൾ ഇപ്രാവശ്യം പൂവ പൊടിയാക്കി. ഇത് കുറച്ച് ഇതുപോലെ വിത്തിന് വെച്ച് അധികം അങ്ങനെ വണ്ണം കുറവുള്ളൊക്കെ നോക്കിയിട്ടാണ് വിത്തിന് വെച്ചത്. ഇതൊക്കെ ഇപ്പം ഈ ഒരു സമയത്ത് മുള വരും. കാണിച്ചു തരാം. ഇതുപോലെ മുള വരും, ഉണ്ടല്ലേ. വണ്ണം കുറവുള്ളത് മാത്രമേ നമ്മൾ വിത്തിന് വെച്ചിട്ടുള്ളൂ. പരമാവധി നമുക്ക് കുറേ പൊടിക്ക് ഓർഡറുള്ളതുകൊണ്ട് പൊടിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ നട്ടു. അപ്പോൾ നമ്മൾ ചാക്കിൽ ഇതിങ്ങനെ പതിച്ച് വെച്ച് കൊടുത്താൽ മുള എന്തായാലും മുകളിലോട്ട് ഇങ്ങനെ കറക്റ്റ് വന്നോളൂ. ചെറുതായതുകൊണ്ട് നമുക്ക് കൂടുതൽ കഷ്ടം വെച്ച് കൊടുക്കാം. എല്ലാത്തിനും ഇതാണ് നടേണ്ട സമയം ആയിക്കുമ്പോഴത്തേന് കറക്റ്റ് ഇതിനൊക്കെ മുള വരും. ചെറുതായതുകൊണ്ട് കേട്ടോ അത്ര കൂടുതൽ കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ സംഭവം ഇത് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഇതാ
നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നട്ടു കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് മാന്തിയിട്ട് നടുക്കായിട്ട് വെച്ചെടുക്കുക. ബാക്കി മോൾക്ക് മണ്ണിട്ട് എടുക്കുക. ആദ്യം നമുക്ക് ഇനി എന്തായാലും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ അധികം താഴ്ത്താത്ത. ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മണ്ണ് പാറ്റിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ മൂടുന്നവരെ. അതിൽ വിത്തിട്ട് വിത്ത് ചെറിയ വിത്തായിട്ടാ കാണാത്ത. കുറച്ചുകൂടെ പണി താഴ്ത്തല്ലേ. മണ്ണ് 2 വട്ടം മണ്ണ് നമ്മൾ ഇട്ടല്ലേ. ചാക്കിന് ഇനിയും മടക്കുണ്ട്. പിന്നെ നമ്മൾ അരിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ മണ്ണിട്ട് കൊടുക്കണം. ഇതിലൊരു ഇത് കണ്ടില്ല, നട്ടതേ മുകളിലോട്ടായി പോയി. അധികം താഴ്ത്താ ഈ മണ്ണിന് ഇടുന്നുണ്ട്. എന്തായാലും ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ മുകളിലൂടെ മണ്ണിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. നേരെ കരിയിൽ ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റ് ആവും. എന്നിട്ട് അതാണ് ഓവർ ഇതാക്കാത്ത. അതിനനുസരിച്ച് എന്തായാലും മണ്ണ് ഇങ്ങനെ കയറും. ഇതിലുള്ള വിത്തൊക്കെ പെരിച്ചായി ഉണ്ടോ അതിൻ്റെ അല്ലേ? അതൊക്കെ ഇപ്പോൾ മാന്തി എടുത്തതാണ്. അവിടെ ഞങ്ങൾ നിലത്തായതുകൊണ്ട് നടുന്ന സമയത്ത് ഇങ്ങോട്ട് പറിച്ചെടുക്കാന്ന് വെച്ച് കുറേ പെരിച്ചായി കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കള കയറരുത്. ചുറ്റിലൊക്കെ കള കയറി കഴിഞ്ഞാലൊക്കെ വേഗം പെരിച്ചായി ശല്യം വരും. നമ്മളെ ചാക്ക് തുറന്ന് പെരിച്ചായി ഉള്ളിൽ കയറും. നമ്മൾ വേഗം എല്ലാം ഒന്ന് നട്ടു കൊടുക്കട്ടെ. ഇതിൽ കുറച്ച് വിത്തുണ്ട്. ഒരു ചാക്കിൽ നമുക്ക് വിത്താക്കാം. നമ്മളെല്ലാ കൂവി നട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി ഇങ്ങനെ കട പിരിച്ചിങ്ങനെ വെച്ചോണ്ടേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പൂച്ചെടിയൊക്കെ നട്ട പോലെ ഉണ്ട്. ഫസ്റ്റ് ചാക്കിൽ 2 ചാക്കിൽ ഒന്നും കാണൂല. ആദ്യം തുടക്കത്തിലുള്ള ഇതിൽ നമ്മൾ വിത്ത് വെച്ചിട്ട് മണ്ണിങ്ങനെ പാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മളെ കൂടുതലും കൂവപ്പൊടി ആക്കിയതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ അധികം വിത്താണ് നടല്. പിന്നെ നമ്മളിങ്ങനെ കിളയ്ക്കാനുള്ളത് ഇങ്ങനെ പറിക്കാനുള്ള കൂവ അവിടെ മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിത്ത് മുഴുവൻ എടുത്തിട്ട് കൂവപ്പൊടി ആക്കിയത്. ഇനി നമുക്ക് നനച്ചു കൊടുത്താൽ മണ്ണൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റായാൽ വേണമെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ട് നിറച്ചാൽ എന്തായാലും കുറച്ച് ഇരിക്കും. അപ്പോൾ എന്തായാലും മണ്ണ് ഇടണം. എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ കൂവപ്പൊടി ഉണ്ട്. ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, നമ്മൾ വീഡിയോയുടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂവപ്പൊടി ഞാൻ എത്തിച്ചേരാം.